എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമുക്ക് രസം റൈസ് ഉണ്ടാക്കാമേ. രസം റൈസ് ഉണ്ടാക്കാനായിട്ട് ആദ്യമേ അരിയും പരിപ്പും വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട് 1 മണിക്കൂർ മുമ്പ്. ഇനി നമുക്ക് കുറച്ച് ചെറിയ ഉള്ളി, ഒരു 4-5 ചെറിയ ഉള്ളി, 3-4 അല്ലി വെളുത്തുള്ളി, പിന്നെ ഒരു 8-10 മണി കുരുമുളക്. ഇത് ആദ്യം ഒന്ന് ചതച്ചെടുക്കാം. ചട്ടി ചൂടായേ വെണ്ണയൊഴിച്ചു കടുകിട്ട് കൊടുക്കാം. 1/2 ടീസ്പൂൺ കടുകിട്ട് പൊട്ടി വരുമ്പം നമ്മൾ ചതച്ചില്ലേ ഉള്ളി, വെളുത്തുള്ളി, കുരുമുളക്, അതങ്ങോട്ട് ഇട്ട് കൊടുക്കാം. ചെറുതായിട്ടൊന്ന് വാടി വരട്ടെ. കരിയാപ്പിലയും ഒരു പച്ചമുളകും കൂടി ഇട്ട് കൊടുക്കാം. വാടി വന്നു കഴിയുമ്പം ഒരു ചെറിയ തക്കാളി അരിഞ്ഞതും കൂടെ ഇട്ട് കൊടുത്ത് ഒന്ന് സോഫ്റ്റ് ആകുന്നവരെ വഴറ്റിയെടുക്കാം. കൂട്ടത്തിൽ തന്നെ ഉപ്പും കൂടി ഇട്ട് കൊടുക്കാം. ആവശ്യത്തിനുള്ള ഉപ്പും ഇട്ട് ഇപ്പോൾ തക്കാളി ഒന്ന് സോഫ്റ്റായി വരും. മഞ്ഞൾപ്പൊടി, മുളക് പൊടി, മല്ലിപ്പൊടി ഇട്ട് കൊടുത്തു. 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ മുളക് പൊടി, 1 ടീസ്പൂൺ മല്ലിപ്പൊടി. പിന്നെ നമ്മൾ പരിപ്പും അരിയും കൂടെ കുതിർത്ത് വെച്ച് 1 മണിക്കൂർ നേരം. 3/4 കപ്പ് അരിയും 1/4 കപ്പ് പരിപ്പും കൂടാണ് കുതിർത്ത് വെച്ചത്. ഏത് പരിപ്പ് വേണമെങ്കിലും ഉപയോഗിക്കാം. സാമ്പാർ പരിപ്പോ അല്ലെങ്കിൽ ചെറുപയറിൻ്റെ പരിപ്പോ ആണ് ഏറ്റവും നല്ലത്. എല്ലാം കൂടെ ഒന്ന് നല്ലതുപോലെ ഇളക്കിയെടുക്കാം. ഒരു നുള്ളു കായപ്പൊടി, 1/4 ടീസ്പൂൺ കായപ്പൊടി ഇട്ട് കൊടുത്ത് നമുക്ക് ആവശ്യത്തിന് വെള്ളം ഒഴിക്കാം. അരിയും പരിപ്പും വേഗത്തക്ക രീതിയിൽ വെള്ളം ഒഴിക്കണം. ഒത്തിരി വെള്ളവും ആകരുത്. 1 കപ്പ് അരിയും പരിപ്പും കൂടെ 1 കപ്പുണ്ട്. അപ്പോൾ ഒരു 2.5 കപ്പ് വെള്ളം ഒഴിക്കാം. ഇനി അടച്ചു വെച്ച് വേവിക്കാം. ഇടയ്ക്കൊക്കെ ഒന്ന് ഇളക്കി നോക്കണേ. ഒന്ന് തിളച്ച് കഴിയുമ്പോൾ ഫ്ലെയിം ഇച്ചിരി അങ്ങ് താത്തു വെക്കണം. ഇടയ്ക്കൊക്കെ ഒന്ന് ഇളക്കണം, അടിക്ക് പിടിക്കാതെ. കുക്കറിനകത്ത് വേണേലും വെക്കാം, പക്ഷേ ഇങ്ങനെ വെക്കുമ്പോഴാണ് കുറച്ചുകൂടെ ടേസ്റ്റ്. ഒരു നെല്ലിക്ക വലിപ്പത്തിൽ വാളൻപുളി വെള്ളത്തിലിട്ട് കുതിർത്തിട്ട് പിഴിഞ്ഞെടുത്ത വെള്ളമായിപ്പോൾ ഒഴിച്ചത്. കുടംപുളി ഇടരുത്, വാളൻപുളി. ഇപ്പം നമ്മുടെ രസം റൈസ് വെന്തു. നമുക്ക് സെർവ് ചെയ്യാം. കൂട്ടത്തിൽ തന്നെ പപ്പടം, അച്ചാർ. കറിയൊന്നും വെക്കാൻ നേരമില്ലെങ്കിലോ മടിച്ചൊക്കെ ഇരിക്കുവാണെങ്കിൽ ഇങ്ങനെയൊക്കെ ഒന്ന് ഉണ്ടാക്കി ഒരു നേരം അങ്ങ് തള്ളിവിടണം. എല്ലാവരും ഇങ്ങനെ ഉണ്ടാക്കി നോക്കണേ. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. താങ്ക് യു.